MBBS വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ കൗൺസിലിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ താമസിക്കുന്നതിൽ ഇടപെടലുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഗൈഡ് ലൈൻ അനുസരിച്ചാണ് മുന്നോട്ടു പോകുന്നത്. കൗൺസിൽ നിശ്ചയിക്കുന്ന കുട്ടികളെ DME തലത്തിലും DHSലും ഇന്റേൺഷിപ്പിന് അവസരമൊരുക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. മീഡിയ 1 വാർത്തയിലാണ് ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ. ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ തന്നെ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിൽ പല രീതിയിലുള്ള ഉത്തരവുകൾ സർക്കുലറുകളുണ്ട്. മെഡിക്കൽ കൗൺസിലാണ് അത് ചെയ്യുന്നത്. മെഡിക്കൽ കൗൺസിലാണ് അതിന് മുഴുവൻ നേതൃത്വം നൽകുന്നത്. അപ്പോൾ മെഡിക്കൽ കൗൺസിലോട് നമ്മൾ ഈ കാര്യം പറയുന്നുണ്ട്. പിന്നെ അവിടെ മെഡിക്കൽ കൗൺസിൽ നിശ്ചയിക്കുന്ന കുട്ടികളെ DMEയിലും DHSലും നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുകയാണ്. വാസ്തവത്തിൽ മെഡിക്കൽ കൗൺസിലാണ് ലിസ്റ്റ് ചെയ്യുന്നത്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, ഈ സർട്ടിഫിക്കറ്റ് വൈകുന്നത് സംബന്ധിച്ചുള്ള വാർത്ത മീഡിയ 1 പുറത്തുവിട്ടിരിക്കുന്നു. ഇപ്പോൾ എന്ത് നടപടിയിലേക്കാണ് ആരോഗ്യവകുപ്പ് കടന്നിരിക്കുന്നത്? അമൃത, MBBS വിദ്യാർത്ഥികൾക്ക്, അതായത് നമുക്കറിയാം കേരളത്തിലായാലും ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, പുറത്തുപോയി പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇവർക്ക് ഈ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സംസ്ഥാനത്തെ മെഡിക്കൽ കൗൺസിലിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാറില്ല. പ്രത്യേകിച്ച് അതിൻ്റെ ഏറ്റവും അധികം ദൂഷ്യഫലങ്ങൾ നേരിടുന്നത് പുറത്തു നിന്ന് MBBS പഠിച്ച് കേരളത്തിലേക്ക് വരുന്ന കുട്ടികളാണ്. അവർക്ക് നാട്ടിൽ, അതായത് ഇപ്പോൾ റഷ്യയിൽ നിന്നായാലും ചൈനയിൽ നിന്നായാലും ഉക്രൈനിലൊക്കെ പോയി MBBS പഠിച്ച് നാട്ടിലേക്ക് വന്നാൽ അവർക്ക് നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ ഒരു സ്ക്രൂട്ടണി ടെസ്റ്റ് ഉണ്ട്. ആ സ്ക്രൂട്ടണി ടെസ്റ്റ് പാസ്സായതിനു ശേഷം മാത്രമേ അവർക്ക് ഈ പറയുന്ന ഇന്റേൺഷിപ്പിന് ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവിടുത്തെ ആ ടെസ്റ്റ്, നാഷണൽ മെഡിക്കൽ കൗൺസിലിന്റെ ടെസ്റ്റ് പാസ്സായാലും സംസ്ഥാനത്ത് വന്ന് ഒരു ഇന്റേൺഷിപ്പ് ചെയ്യണമെങ്കിൽ സംസ്ഥാനത്തിലെ മെഡിക്കൽ കൗൺസിലിൽ നിന്ന് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടാറില്ല. ഇനിയിപ്പോൾ ഇന്റേൺഷിപ്പ് കഴിഞ്ഞാൽ തന്നെ ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറേയധികം സമയമെടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ തരത്തിലുള്ള കാലതാമസമാണ് ഈ പറയുന്ന കുട്ടികൾ നേരിടുന്നത്. അപ്പോൾ ആ വിഷയമാണ് മീഡിയ 1 റിപ്പോർട്ട് ചെയ്തത്. ആ വാർത്ത ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് ഇതെല്ലാം നാഷണൽ മെഡിക്കൽ കൗൺസിലിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്, അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. സംസ്ഥാന മെഡിക്കൽ കൗൺസിൽ ഈ കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി തന്നെ ചെയ്യേണ്ടതാണ്. അക്കാര്യത്തിനകത്ത് കൃത്യമായിട്ടുള്ള ഇടപെടലുണ്ടാകും. കാലതാമസമില്ലാതെ അവർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനും അവർക്ക് ഇന്റേൺഷിപ്പിന് ശേഷം സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് മന്ത്രി വീണ ജോർജ് നൽകിയിട്ടുണ്ട്. മെഡിക്കൽ കൗൺസിൽ അംഗീകരിക്കുന്ന കുട്ടികൾക്ക് DMEയുടെയും DHSന്റെയും കീഴിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത്. പുറത്തുപോയി നാട്ടിലേക്ക് തിരിച്ചു വന്ന് MBBS പഠിച്ച വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ആ ഡോക്ടർമാർക്ക് ഇവിടെ വന്ന് നാഷണൽ ടെസ്റ്റും പാസ്സായതിനു ശേഷം ഇവിടെ വന്ന് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് വലിയ തരത്തിലുള്ള കാലതാമസം ഉണ്ടാകുന്നുണ്ട്. ആ കാലതാമസം ഇനി ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് DME DHS തലത്തിൽ അവർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കും എന്നുള്ള കാര്യം മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി സംസ്ഥാന മെഡിക്കൽ കൗൺസിലിൽ നിന്ന് എത്രയും വേഗം തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഇടപെടൽ ആരോഗ്യവകുപ്പ് നടത്തും. അതിനു വേണ്ടിയിട്ട് ചില ഈ പറയുന്ന സർക്കുലറുകളും ഉത്തരവുകളും ഒക്കെയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് മീഡിയ 1 വാർത്തയ്ക്ക് മറുപടിയായിട്ട് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത്.